അല്ല പണിയെവിടെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നേ? അതെ, കൊട്ടാരത്തിനകത്ത് ഒരു പാമ്പും കൂടെ ഇറങ്ങി വന്നിട്ടുണ്ട്. പാമ്പോ? അതെ, എവിടെ? ഇതിനകത്ത് കയറാതെ നോക്കണം. എവിടെ കണ്ടാലും അടിച്ച് കൊന്നേക്കണം കേട്ടോ. കിളിവാസ് കളിക്കാതെ അവിടെ നിന്ന് ഒരു കമ്പെടുക്കടോ. പാമ്പ് എവിടെ? വേഗം വാ. ചേട്ടാ വടിയെടുക്ക് മോനെ, വടിയെടുക്ക്. ഞാൻ ഈ സൈഡ് നോക്കാം. ചേട്ടൻ അവിടെ നോക്കണേ. ആ ഇല ഒന്ന് മാറ്റി വയ്ക്കുക. ചിലപ്പോ സൂക്ഷിച്ച് നോക്കണേ. എടോ, എന്നെ അടിച്ചെന്തിനാണോ? അല്ല, മോളില് ഞാൻ പാമ്പിനെ അടിച്ചതാ, അറിയാതെ തലയെ കൊണ്ടതാ. പോട്ടെ പോട്ടെ. സോറി, എന്തിനാണ് എന്നെ അടിച്ചത്? സോറി, തിരിഞ്ഞപ്പോ അറിയാതെ കൊണ്ടതാണ്. ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇയാൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. അളിയൻ പകരം വീട്ടാന്ന് എനിക്ക് അറിയാം. അറിയാതെ അടിച്ചതാണ് പറഞ്ഞു മനസ്സിലായി. തലേന്ന് ഓമ്പേറ്റ് അടിക്കും കേട്ടോ. പാമ്പ് പാമ്പ് അയ്യോ, നിങ്ങളുടെ വഴക്ക് നിർത്താൻ വേണ്ടി പറഞ്ഞതാ. രണ്ടാളും അടികൂടുകാരുന്നില്ലേ? പാമ്പെന്ന് പറഞ്ഞ ഉടനെ കെട്ടിപ്പിടിച്ചല്ലോ. വഴക്കെല്ലാം മതിയാക്കിയിട്ട് ആദ്യം പാമ്പ് ഓടിയാൻ നോക്ക്. ഒരുമാതിരി കൊച്ചു ഒന്ന് നോക്കിയേട്ടാ. ഏലക്ഷൻ ഒന്ന് കഴിയട്ടാ. ചേട്ടാ ചെല്ലി അകത്ത് പോയി നോക്കാം. ഞാൻ പോയി നോക്കാം. അതിനെങ്ങനെ എന്റെ കൈ കിട്ടിയ? ഓഹോ, നീ ഇവിടെ വന്ന് ഒളിച്ചിരിക്കായിരുന്നല്ലേ? ഇന്ന് നിന്റെ അവസാനം എന്റെ കൈ കൊണ്ടാ. രക്ഷപ്പെട്ടല്ലോ. മണി, ആ ചപ്പിലൊക്കെ നോക്ക്. ഞാൻ നോക്കി, അവിടെ ഒന്നുമില്ല. എത്ര നേരമായി നോക്കാൻ തുടങ്ങി. ഇത് എവിടെ പോയി വിളിച്ചിരിക്കുക? അച്ഛാ, എന്താടാ? ഞാൻ ആ പാമ്പിനെ അടിച്ച് കൊല്ലാനായിട്ട്. പാമ്പിനെ കണ്ടോ? അടിച്ചു കൊന്നോ? കണ്ടച്ചാ, ഞാനതിനെ അടിക്കുകയും ചെയ്തു. പക്ഷെ കൊല്ലാൻ പറ്റില്ല. അപ്പോഴേക്കും അത് രക്ഷപ്പെട്ടു പോയച്ചാ. നീ എന്താടാ പറയുന്നേ? അച്ഛാ, ഞാൻ അടിച്ച അടി അതിന്റെ വാലില കൊണ്ടത്. ഇതേ കണ്ടോ, ചോര പറ്റിയിരിക്കുന്ന കണ്ടോ? ഇടം വന്നിപ്പേ, അതിനെ അപ്പൊ തന്നെ തല്ലിക്കൊന്ന് കളയാതെ നോവിച്ച് വിട്ടിരിക്കുന്നോടാ. അങ്ങനെ ചെയ്താലുള്ള അവസ്ഥ എന്താണെന്ന് അറിയോ നിനക്ക്? പാമ്പ് പക വീട്ടാനായി നിന്നെ തെരഞ്ഞ് എന്തായാലും വരൂടാ മോനെ. എന്താ പറയുന്നേ? അവൻ ആൺകുട്ടിനെ പോലെ പാമ്പിനെ തല്ലിട്ടെങ്കിലും വന്നു. താനോ ഒരു പേടി തൂറി. ഇനി വെറുതെ അവനെ കൂടെ പേടിപ്പിക്കുന്നത്. അതല്ല ഞാൻ പറഞ്ഞു വരുന്നത് സാറേ. ധർമ്മേട്ടൻ പറഞ്ഞു ശരിയാ. എന്ത് ശരി? പാമ്പിനെയും ആനയെയും വേദനിപ്പിച്ച് വിടരുന്ന പറയാ. അങ്ങനെ ചെയ്താൽ അത് പക വീട്ടി. എന്താ ചേട്ടാ പറയുന്നേ? മോനെ, നീ അടിച്ച ആ പാമ്പ് ചിലപ്പോൾ നിന്നെ തേടി വരുമെന്ന് എനിക്ക് തോന്നുന്നേ. ആ പാമ്പ് തിരിച്ചു വന്ന് മോനെ കൊത്തും. ഏതായാലും സൂക്ഷിക്കുന്നതല്ല മോനെ. ഇതൊക്കെ ഉണ്ടായത് താനൊരുത്തൻ കാരണം. ആരോണം പായസം കൊണ്ട് താനിവിടെ കാലൂത്തില്ലേ? ആർക്കറിയാം, ചിലപ്പോ തന്റെ കൂടെ ആയിരിക്കും ആ പാമ്പ് വന്നത്. ശബരിമലയിൽ നിന്ന് താൻ പാമ്പിനെ കൊണ്ടാണോ വന്നത്? അയ്യപ്പനും പുലിയും തമ്മിലെ ബന്ധമുള്ളൂ. അയ്യപ്പ സ്വാമിക്ക് പാമ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ വീട്ടിൽ തന്നെ പുറ്റു വെച്ചിട്ട് ഞാൻ ശബരിമലയെന്ന് പാമ്പിനെ കൊണ്ട് വന്നെന്ന് പറഞ്ഞാ ശബരിമലയെന്ന് ചിലപ്പോ പുലി വന്നെന്നിരിക്കും. താൻ ഈ വാ തുറന്നൊരു അക്ഷരം വേണ്ടിയാ തന്റെ തലമണി ഞാൻ അടിച്ചു പൊളിക്കും. താൻ ഇവിടെ വന്നപ്പോഴാ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി. താൻ വാദം അടിക്കാതെ സ്ഥലം ഞാൻ മോനെ, നീ സൂക്ഷിക്കണേ. പാമ്പിനി എന്തൊക്കെയാണോ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ആണുങ്ങൾ ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളുടെ കാര്യം പിന്നെ പറയാനുണ്ടോ? വാ, അകത്തോട്ട് വാ.
ആദ്യം ഈ വീട്ടിൽ ആത്മാവ് വന്ന് എല്ലാവരും പേടിപ്പിച്ചിട്ട് പോയി. ഇപ്പൊ ദേ പാമ്പ് വന്നിരിക്കുന്നു. ഇനി എന്തൊക്കെയാണാവോ സംഭവിക്കാൻ പോകുന്നത്? എനിക്കിതൊക്കെ കണ്ടൊരു പേടിയാവുന്ന ചേച്ചി. ആ പാമ്പ് ഇനിയും വരില്ലെന്ന് എന്തത്ര ഉറപ്പ്? ഇങ്ങനെ പേടിച്ച് എങ്ങനെയാ വീട്ടിനകത്ത് കഴിയാ? എടി, എന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അവരെല്ലാരും കൂടെ ആ പാമ്പിനെ തല്ലി കൊന്നോളും. അതുപോലെ ഛെ, നല്ല ഉഷാറായിട്ട് വന്നല്ലോ. കിടന്നപ്പോഴാ പാമ്പ് കേട്ടു വലിയ ഗമയിലാണല്ലോ. എടാ ധർമ്മ, ആ പാമ്പിനെ കിട്ടിയില്ലേ? ആ മുരളി പാമ്പിട്ട് ശരിക്കും കൊടുത്തു. അപ്പൊ പാമ്പ് ചത്തുമില്ലേ? ഇല്ല. പാലിനിട്ട് അടി കൊണ്ടത് പാമ്പ് രക്ഷപ്പെട്ടു പോയി. അയ്യോ രക്ഷപ്പെട്ടെന്നോ? ഇനി എന്ത് ചെയ്യും? നിങ്ങൾ ആരും പേടിക്കണ്ട. അടി കൊണ്ടാ പാമ്പ് വീട് വിട്ട് പോയിട്ടുണ്ടാവും. പാമ്പ് വീട് വിട്ട് പോയെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇത്രയും വലിയ കോമ്പൗണ്ടിനകത്തുനിന്ന് പാമ്പ് പുറത്തെങ്ങും പോയി കാണില്ല. ഇവിടെ എവിടെയെങ്കിലും അത് ഒളിച്ചിരിപ്പുണ്ടാവും. പാമ്പിനെ നോവിച്ചു വിട്ടാൽ അത് പക വീട്ടാതെ പോകില്ല. ഇവള് പേടിപ്പിച്ച് കൊല്ലും. അതെ, ലീല പറഞ്ഞത് ശരിയാ. ഈ വീട്ടിൽ പാമ്പില്ലെന്ന് അറിഞ്ഞാലേ എനിക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റും. എല്ലാവരും കൂടി എങ്ങനെയെങ്കിലും അതിനൊന്ന് കണ്ടുപിടിക്കേ. അത്ര എളുപ്പമാണോ അത്? ഇത്രയും വലിയ വീട്ടില് എവിടെയാന്ന് വെച്ചാ പോയി തേടുക? ദേ പപ്പ, കാണുന്നതല്ലേ എനിക്കിപ്പോ പാമ്പിനെ പോലെ തോന്നുന്നേ. ഈ വീട്ടിനുള്ളിൽ അടി വെക്കാൻ പോലും പേടിയാവുക. നിങ്ങൾ പോയതിനെ കണ്ടുപിടിച്ച് കൊന്നിട്ട് വന്നാലേ ഞങ്ങൾ റൂമിലേക്ക് പോകും. അതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാൻ പോവാ. ഒരുത്തനെ തന്നെ നനച്ചിരുന്ന കാണുന്നതല്ല അവനായി തോന്നും എന്ന് പറയുന്ന പോലെ ഇവിടുത്തെ കാര്യം. മനുഷ്യനെ പേടിപ്പിക്കാൻ. പാമ്പല്ല, നമ്മുടെ മുടിയായിരുന്നു. ഇവിടെ കൊണ്ട് ഞാൻ തോറ്റു. അയ്യോ, ഏതും കാലം നോക്കാതെ ഓരോ ഇങ്ങനെ കാട്ടി കൂട്ടും. അടങ്ങി നിൽക്കുമായേ. നിങ്ങൾ ഇതുവരെ പോയില്ലേ മനുഷ്യ? എന്തിനാ അവിടെ നിൽക്കുന്നേ? പോയി പാമ്പിനെ പിടിക്കേ. അല്ല, നമ്മൾ എല്ലാരും ഇവിടെ ഉണ്ടല്ലോ. ഗംഗയെ മാത്രം കാണാനില്ലല്ലോ. അത് ശരിയാണല്ലോ. നാഗമ്മ ദാഗമ്മാന്നും പറഞ്ഞ് പുറ്റിന് പൂജ ചെയ്തോണ്ടിരുന്നത് അവളല്ലേ? ഇനിയിപ്പോ പൂജ ചെയ്തിരുന്നത് നിർത്തിയിട്ട് അവള് കല്യാണം കഴിച്ചതുകൊണ്ട് പാമ്പ് അവളെ ഉപദ്രവിക്കാനെങ്ങാനും വന്നതായിരിക്കോ? നമുക്കാദ്യം അവളെ പറ്റി അറിയണ്ടേ? പാമ്പ് എവിടെയാണെന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് പോയി നമ്മുടെ ഗംഗയെ അന്വേഷിക്കും. അതെ. ഇങ്ങനെ വീഴ്ച നിൽക്കാതെ ഒന്ന് പോയി നോക്ക്. ഈ വീട്ടിൽ മാത്രമേ സമയമുള്ളൂ. ഇവിടെ ഉള്ളവരോട് ആരോടും പറയാതെ ഇവൾ ഇത് എവിടെ പോയതായിരിക്കും? ഓടി വന്നേ. ഗംഗേ, ഗംഗേ, മോളെ, ഗംഗേ. എടാ നീ ആ ഭാഗത്തൊക്കെ പോയി നോക്ക്. ശരി, ആ പിന്നെ ഗംഗയെ നോക്കുന്ന കൂട്ടത്തിലെ ആ അടി കൊണ്ട പാമ്പ് ഇവിടെങ്ങാനും ഉണ്ടോ നോക്കണം. സൂക്ഷിച്ചു പോയി നോക്ക്. ഗംഗേ, ശരി അച്ഛാ. എവിടെ പോയി നോക്കാനെന്തോ. ഗംഗേ, ഗംഗേ, കാണാനില്ലല്ലോ. മോളെ നീ എവിടെയാ? ഗംഗേ, മോളെ. അയ്യോ പാമ്പ്. വയറായിരുന്നു. ഗംഗേ, പാമ്പിനെ കാണാൻ എവിടെയെങ്കിലും കണ്ടോ? ഉം, ഉം. അവിടെ ഗംഗേ, എന്തിനാ അവിടെ കണ്ടില്ലേ? ഇല്ലച്ചാ. ആ എന്നാ ഞങ്ങൾ ഈ ഭാഗത്ത് നോക്കാം. നീ ഇത് ആ ഭാഗത്ത് പോയി നോക്കാം. ശരി അച്ഛാ. പാപ്പാ വരുമല്ലേ?
മോളെ ഗംഗേ, എവിടെയും കാണുന്നില്ല. അവിടെയൊക്കെ ഞങ്ങൾ നോക്കി. ഇനിയിപ്പോ ഇവിടെ എങ്ങാനുണ്ടോന്ന് തപ്പാം. വാ ഗംഗേ, ഇവളിത് എവിടെ പോയെന്തോ. ഇതെന്താ? ഇത് രക്തമാണല്ലോ. മുകളിലേക്കാ പോയിരിക്കുന്നത്. അച്ഛാ, എവിടെ പോയി? അമ്മേ, ആന്റി, എല്ലാരും ഇങ്ങോട്ട് ഓടിവാ. പാമ്പ് വീട്ടിനകത്ത് കയറിയിട്ടുണ്ട്. എന്താ? ദാ കണ്ടോ, പാമ്പിന്റെ രക്തം കണ്ടോ? അയ്യോ, ഇത് കണ്ടിട്ട് പാമ്പ് മുകളിലോട്ട് പോയെന്നാ തോന്നുന്നത്. എനിക്ക് പേടിയാവുന്നു. എല്ലാരും വന്ന് നമുക്ക് പോയി നോക്കാം. കേറി വരണേ. അതിന് ചവിട്ടല്ലേ. സൂക്ഷിച്ച് നടക്കണേ. ഈ രക്തക്കറ വെച്ച് അതെങ്ങോട്ടാ പോയെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എല്ലാരും വാ, എന്റെ കൂടെ നിക്കണേ. കണ്ടോ, പാമ്പ് മുകളിലോട്ടാ പോയിരിക്കുന്നത്. നോക്കിയിട്ട് പാമ്പ് തിരിച്ചു വരുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ഇതിലെ പോയിരിക്കുന്നേ. എന്താ എന്ത് പറ്റി? അച്ഛാ, ദേ നോക്കിയച്ചാ, അടികൊണ്ട് പാമ്പിന്റെ രക്തം. ശരി. ആ പാമ്പ് ഇതുവഴി ആയിരിക്കണം പോയത്. എനിക്ക് ഉറപ്പാ അച്ഛാ. ദേ കണ്ടില്ലേ? റൂമിനകത്തേക്കോ? അടി കൊണ്ട് പുറത്തേക്ക് കഴിഞ്ഞു പോയെന്നല്ലേ നീ പറഞ്ഞേ? അതെ, ഇല്ലച്ചാ, അത് പുറത്തേക്ക് പോകുന്ന പോലെ വെറുതെ കാണിച്ചിട്ട് തന്റെ മകനോട് പകരം വിട്ടാൻ വേണ്ടി തിരിച്ചു വന്നായിരിക്കും അത്. നോവിച്ചു വിട്ട് പാമ്പുണ്ടല്ലോ, പക വിട്ടത് അടങ്ങില്ലെന്നാ. എടോ, ഒന്നും മിണ്ടാതിരിക്കടോ, മനുഷ്യരെ പേടിപ്പിക്കാതെ. കൈ എടുക്കടാ. അച്ഛാ, അത് അകത്തേക്കാ പോയിരിക്കുന്നത്. അയ്യോ, അപ്പൊ അരുണിന്റെ മുറിയിലേക്കാണോ പോയത്? അതിലെന്താ ഇത്ര സംശയം? പാമ്പ് പോയ വഴി ദേ കണ്ണിന്റെ മുന്നിൽ തന്നെ ഇല്ലേ? അയ്യോ, അപ്പൊ ഗംഗ ഉള്ളിലായിരിക്കുമല്ലോ. പോയി നോക്ക്. വിളിക്ക്. മോളെ ഗംഗേ, 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 മോളെ ഗംഗേ, 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 മോളെ കഥ തുറക്ക്. ഗംഗേ, കഥ തുറക്ക്. അകത്ത് പാമ്പ് കേറിയിട്ടുണ്ട്. അകത്ത് പാമ്പുണ്ട്. ഗംഗേ, കഥ തുറക്ക്. പോയി കഥകിന് തട്ടപ്പോ. മോളെ ഗംഗേ, 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 മോളെ ഗംഗേ, മോളെ ഗംഗേ, ഗംഗേ, അത് തുറക്ക്. ഗംഗേ, ഗംഗേ, കഥ തുറക്ക്. മോളെ നീ കഥ തുറക്ക് മോളെ. കേൾക്ക് മോളെ, അകത്ത് പാമ്പുണ്ട് മോളെ. ഗംഗേ, കഥ തുറക്ക്. ഗംഗേ, കഥ തുറക്ക്. പറഞ്ഞത് കേട്ടില്ലേ? ഗംഗേ, അകത്ത് പാമ്പുണ്ട്. കഥ തുറക്ക്. മോളെ ഗംഗേ, മോളുടെ മുറിയിൽ പാമ്പ് കയറിയുണ്ട്. അതാ കഥ തുറക്കാൻ പറഞ്ഞത്. കഥ തുറക്ക് മോളെ. വാതിൽ തുറക്ക്. ഗംഗേ, തുറക്കാൻ പാടില്ലേ? വാതിൽ തുറക്ക് മോളെ. ഗംഗേ, അയ്യോ, എന്താ മോളെ ഇത്? ഗംഗേ, 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 കഥ തുറക്കാൻ. അകത്ത് പാമ്പുണ്ട്. ഗംഗേ, മുറി കഥ തുറക്ക്. കഥ തുറക്കാനാ പറഞ്ഞേ. ഗംഗേ, കഥ തുറക്ക്. ഗംഗേ, മോളെ കഥ തുറക്ക്. എത്ര നേരമായി പറയുന്നു? കഥ തുറക്ക്. ഇത് പറഞ്ഞാ മനസ്സിലാവില്ലേ? നിന്നോട് തുറക്കാൻ പറഞ്ഞേ. മോളെ, നിന്റെ മുറി പാമ്പ് കയറിയുണ്ട്. അതാ കഥ തുറക്കാൻ പറഞ്ഞത്. തുറക്ക്. കഥ തുറക്ക് മോളെ. കഥ തുറക്ക്. വെറുതെ ആപത്ത് വിളിച്ചു വരുത്തല്ലേ. മുറിക്കകത്ത് പാമ്പുണ്ട്. കഥ തുറക്ക്. വാതിൽ തുറക്ക്. ഗംഗേ, തുറക്ക് മോളെ. അച്ഛൻ മാറി, നമുക്ക് ചവിട്ടി പൊളിക്കാം. ഗംഗേ, നീ മര്യാദക്ക് തുറക്കുന്നുണ്ടോ? മോളെ ഗംഗേ, ചവിട്ടി പൊളിക്കാം. അതാ പാമ്പ് എവിടെയാണെന്ന് അറിയില്ലല്ലോ. അതിനെ എങ്ങനെയും കണ്ടുപിടിച്ച് അടിച്ചു കൊല്ലണം. എവിടാണോ എന്തോ കാണുന്നില്ലല്ലോ. ആ കട്ടിലടിയിലൊക്കെ നോക്കാം. ആ മൂലയ്ക്കൊക്കെ ഒന്ന് പോയി നോക്ക്. അവിടെ സൂക്ഷിച്ചു നോക്ക്. അവിടെ ഇല്ല. എങ്ങോട്ട് പോയത്? പാമ്പ് സൂക്ഷിക്കണേ, പാമ്പാണ്. നോക്കണേ.
ഭാഗത്തൊന്നൂടെ നോക്കിക്കേ. പാമ്പ് അപ്പൊ തന്നെ പോയി. ഞാൻ കണ്ടതാ, അത് പോയി. പാമ്പ് ഏത് ഭാഗത്തേക്കാ പോയത്? ആ ജനല് വഴിയാ പോയത്. ദേ, അതില്ലേ? അതുവഴിയോ? ഈ ജനലാണോ? അതെ. ഇതിലേ പോയാ? ഡാ മോനെ, ആ? നീ എന്താ ഇത്ര ആലോചിച്ചു കൂട്ടുന്നേ? അല്ലച്ചാ, എനിക്കൊരു ഡൗട്ട്. എന്താ? അല്ല, ഈ പാമ്പ് ജനല് വഴിയാ പുറത്തേക്ക് പോയതെങ്കിൽ ആ, ചുവരില് രക്തക്കറ കാണേണ്ടതല്ലേ? അത് കാണുന്നില്ലല്ലോ. അത് ശരിയാണല്ലോ. അതെടാ മോനെ, നീ പറഞ്ഞത് ശരിയാണല്ലോ. ആ, ആ, പാമ്പ് ഇതിലെയാ പോയെങ്കിൽ രക്തക്കറ കാണണമല്ലോ. അല്ല, അത് പിന്നെ എടാ, പാമ്പ് 10 വിടർത്തി പറന്ന് ഇതിലെ അങ്ങ് പുറത്തേക്ക് പോയി കാണൂടാ. പാമ്പ് 10 വിടർത്തി പറക്കാനോ? ഗംഗേ, നിന്റെ കാലിന് എന്തു പറ്റി? അത് ഗംഗേ, നിന്റെ കാലിന് എന്തു പറ്റി? അത് എന്താ പറ്റിയേ? അത് പാമ്പിനെ കണ്ട് പേടിച്ച് ഫ്ലവർ വേസ് തട്ടി താഴെ വീണു. അയ്യോ, അറിയാതെ ഓടിയപ്പോ അതിൽ ചവിട്ടി കാല് മുറിഞ്ഞതാ. ഒരുപാട് രക്തം വരുന്നില്ല മോളെ. വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ചെറിയ മുറിവാ, അത് സാരില്ല അച്ഛാ. ഫസ്റ്റ് എയ്ഡ് ചെയ്താൽ ശരിയാവും. നീ പൂജ എന്ന് നിർത്തിയോണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന എനിക്ക് തോന്നുന്നേ. ഞാനും തമ്പുരാനും പറഞ്ഞുകൊണ്ടാണല്ലോ മോളെ നീ പൂജ എന്ന് നിർത്തിയത്. അതാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഈശ്വര? പാമ്പ് ഇവിടെ കേറിയതിനും പൂജ ചെയ്യാത്തതിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നടന്നൊക്കെ നടന്നു. എല്ലാരോടും കൂടി പറയാ, പാമ്പ് ഈ വീട്ടിൽ കയറി എന്നുള്ള കാര്യം രാശേറിന് അറിയാൻ ഇടവരരുത്. അവനൊരു പേടിത്തൊണ്ടനാ. ഉടനെ ആ സ്വാമിക്ക് ഫോൺ ചെയ്യും, അയാള് പൂജ മറ്റത് മറിച്ചെന്നൊക്കെ പറയും. കൊറേ കാശും ചെലവാകും. ഗംഗേ, നിന്റെ കാല് മുറിഞ്ഞതിന് ഫസ്റ്റ് എയ്ഡ് ചെയ്യണമെന്ന് നീ പറഞ്ഞില്ലേ? അത് ഉടനെ ചെയ്യണം. ശരി വല്യമ്പുരാട്ടി. വാ വാ, എല്ലാരും വന്നേ. അവള് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, നമുക്ക് അപ്പുറത്തേക്ക് പോവാം. മോളെ വാ. നീ എന്ത് നോക്കിയിരിക്കുവാ? ഏ? വാ, അവള് റെസ്റ്റ് എടുത്തോട്ടെ. വാ വാ. പേടിക്കണ്ട മോളെ. പേടിക്കണ്ടാട്ടോ. ഇവള് പറയുന്നൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. കണ്ടുപിടിക്കാം. നിനക്ക് കണ്ടുപിടിക്കണോ അല്ലേ? ഞാൻ ആരാണെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. അരുൺ, നീ കൂടെ വന്നത് എന്തായാലും നന്നായി.
അല്ലായിരുന്നെങ്കിൽ ഞാൻ അവരെ കൺവിൻസ് ചെയ്യാൻ കുറച്ച് പാടുപെട്ടേനെ. കാര്യങ്ങളൊക്കെ ഞാനും മനസ്സിലാക്കണ്ടേ അച്ഛാ? അതെ അതെ, എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാ. നീ വേണ്ട ഇനി എല്ലാം നോക്കാൻ. ഏയ്, എന്താ ഇത്? ഈ രാത്രിയിലാണോ അടിച്ചു വാരലും തുടക്കലും ഒക്കെ? നിങ്ങൾക്ക് ഇത് പകൽ എപ്പോഴെങ്കിലും ചെയ്തുകൂടെ? ഇവിടെ മുഴുവൻ പൊടിയായിരുന്നു തമ്പുരാനെ. അതാ ചേച്ചി ഒന്ന് പറയേ. അതെ തമ്പുരാനെ. ആ ശരി ശരി, വേഗം തീർത്തിട്ട് പോകാൻ നോക്ക്. എന്താ ഇത്? തമ്പുരാനെ. എന്തിനാ ഇങ്ങനെ സോഫയുടെ അടി തന്നെ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുന്നത്? ആരുടെയെങ്കിലും എന്തെങ്കിലും കാണാതെ പോയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പോയിട്ടൊന്നുമില്ല. അഴുക്ക്. ആ ശരി ശരി, തുടച്ചൊക്കെ മതി. ബാക്കി രാവിലെ എങ്ങാനും ചെയ്യാം. ചെല്ല്, പോകാനല്ലേ പറഞ്ഞത്? ഗംഗേ, എന്തു പറ്റി ഗംഗേ? എന്താ ഇങ്ങനെ നടക്കുന്നത്? നിന്റെ കാലിനെന്താ പറ്റിയത്? അത് അതൊന്നുമില്ല മോനെ. പിന്നെ പൊട്ടിയ കുപ്പിച്ചില്ലിൽ അവൾ അറിയാതെ ഒന്ന് ചവിട്ടി പോയതാ. അപ്പൊ ചെറുതായിട്ട് കാലൊന്ന് മുറിഞ്ഞു. മോളെ ഗംഗേ, നോക്കി നടന്നുകൂടെ നിനക്ക്? ഇവള് കുറച്ച് നാളായിട്ട് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് ആന്റി.